ഓം അമൃതേശ്വര്യ നമഃ. ഭഗവത്ഗീതയിലെ പല വിഷയങ്ങളിൽ ഒന്നായി നൈപുണ്യം അഥവാ വൈദഗ്ധ്യം എന്ന വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വാസ്തവത്തിൽ ഭഗവത്ഗീത ഒരു മോക്ഷശാസ്ത്രമാണ്. മോക്ഷം ലക്ഷ്യമാക്കി ഭഗവത്ഗീതയെ ആശ്രയിക്കുന്നവർക്ക് അത് മോക്ഷം നൽകും. പക്ഷേ അതൊരു കാമധേനുവാണ്. നമ്മൾ എന്താഗ്രഹിച്ച് ഭഗവത്ഗീതയെ സമീപിക്കുന്നുവോ എല്ലാ സത്ഫലങ്ങളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് മോക്ഷം ലക്ഷ്യമാക്കിയുള്ള അധികാരികൾക്ക്, അതിന് അർഹതയുള്ളവർക്ക് മോക്ഷവും, ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമാക്കിയുള്ളവർക്ക് ദക്ഷതയും ഭഗവത്ഗീത പ്രദാനം ചെയ്യുമെന്ന്. ദക്ഷത എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ അതിനെ ഡെക്സ്റ്ററിറ്റി എന്നെല്ലാം പറയാം. നൈപുണ്യം എന്നതിനെ സ്കിൽ എന്നെല്ലാം പറയുന്നത് പോലെ രണ്ടും ഏതാണ്ട് സമാനാർത്ഥമായ വാക്യങ്ങളാണ്. ഭഗവത്ഗീതയിലെ ഭക്തനെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് 12-ാം അധ്യായത്തിൽ ഒരു വാക്കുണ്ട്. ആ ഭാഗം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 8 ശ്ലോകങ്ങളിലൂടെ ഭക്തൻ്റെ ലക്ഷണങ്ങളെല്ലാം പറയുന്ന ശ്ലോകങ്ങൾ. 13-ാമത് ശ്ലോകം മുതൽ 20-ാമത് ശ്ലോകം വരെയുള്ള 12-ാം അധ്യായത്തിലെ ഭാഗം. അതിൽ ഭക്തൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥ എന്നെല്ലാം പറയുന്ന ഭാഗമുണ്ട്. അതായത് ഒരു ഭക്തൻ വളരെ വിദഗ്ധനായ വ്യക്തിയാണെന്നാണ് അർത്ഥം. നമ്മളെല്ലാവരും ഭക്തന്മാരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വച്ചു പുലർത്തുന്നത് അവനൊന്നിനും കൊള്ളില്ലാത്തവനെന്നാണ്. അവൻ വെറുതെ എപ്പോഴും കരഞ്ഞുകൊണ്ട് ഈശ്വരനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ജീവിത വിജയത്തിനും അർഹതയില്ലാത്ത ഒരു വ്യക്തി. പക്ഷേ ഭഗവത്ഗീതയിലെ ഭക്തൻ ദക്ഷനാണ്, കഴിവുള്ളവനാണ്, സ്കില്ലുള്ളവനാണ്, വിദഗ്ധതയുള്ളവനാണ്. എങ്ങനെയാണ് ഒരു ഭക്തന് ഈ കഴിവുണ്ടാകുന്നത്? അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക സാധകന് ഭഗവത്ഗീതയെ ആശ്രയിക്കുന്ന ഒരു ധർമ്മമാർഗ അവലംബിക്ക് ഈ ദക്ഷത, നൈപുണ്യം, സ്കിൽ എങ്ങനെ കൈവരിക്കാൻ സാധിക്കും? അതും ഭഗവത്ഗീത തന്നെ നമുക്ക് ചർച്ച ചെയ്യുന്നതായിരുന്നു. ഭഗവത്ഗീത തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിൽ ഒരു വ്യക്തി ഒരു കർമ്മം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ ഭംഗിയായി പ്രവർത്തിക്കണം, എങ്ങനെയുള്ള ഒരു കർത്താവായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നു. സാത്വികനായ കർത്താവ്, അതായത് ഉത്തമനായ കർത്താവ്, പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോർ നിർവികാര കർത്ത സാത്വിക ഉച്യതേ. ഉത്തമനായ പ്രവർത്തകൻ ഏതെല്ലാം ഗുണങ്ങളുള്ളവനാണ്? ഒന്ന്, മുക്തസംഗൻ. കർമ്മങ്ങളിൽ ആസക്തി ഉണ്ടാവരുത്, കർമ്മങ്ങളിൽ പെട്ടുപോകുന്ന ആളായിരിക്കരുത്, കർമ്മങ്ങളിൽ എൻറ്റാങ്കിൾഡ് ആവരുത്, അതിൽ കെട്ടുപിണഞ്ഞു പോകരുത്. അങ്ങനെ കെട്ടുപിണഞ്ഞു പോയ ആൾക്ക് ആ കർമ്മം വൃത്തിയായി ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണത്തിന് നമ്മളൊരു ചെസ്സ് കളി നടക്കുന്നിടത്ത് പോവുകയാണ്. ഈ ചെസ്സ് കളിക്കുന്നവനേക്കാൾ കൂടുതൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നവന് എന്ത് മൂവാണ് വേണ്ടതെന്ന് പറയാൻ സാധിക്കും. കാരണം കളിക്കുന്നവൻ അതിൽ കെട്ടുപിണഞ്ഞു പോയി. പക്ഷേ ഭഗവത്ഗീത പറയുന്നത് നമ്മളൊരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു സാക്ഷിയെ പോലെ തൻ്റെ കർമ്മങ്ങൾക്ക് തന്നെ ഒരു ഓവർസീയിങ്, ഒരു അധ്യക്ഷത, ഒരു നോക്കിക്കാണുന്ന മനോഭാവം ഉണ്ടായിരിക്കണം. അതാണ് മുക്തസംഗൻ എന്ന് പറഞ്ഞാൽ. അനഹംവാദി, ഞാൻ ചെയ്യുന്നു എന്ന വാദം ഉന്നയിക്കാത്തവൻ. ഇതെല്ലാം എൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ നേട്ടങ്ങളാണ്, ഞാനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടികർത്താവ്, ഉപജ്ഞാതാവ്, ആ ഒരു ഭാവമേ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ആസക്തി ഉണ്ടാകരുത്, ഒന്ന് അഭിമാനം ഉണ്ടാകരുത്. എന്ന് വെച്ച് വെറും കടത്തുന്നത് പോലെയുള്ള ഒരു കർമ്മമാവണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ധൃത്യുത്സാഹ സമന്വിത, ധൃതിയും ഉത്സാഹവും ചേർന്നവനായിരിക്കണം ആ ശ്രേഷ്ഠനായ കർമ്മകാരി, പ്രവർത്തകൻ. ധൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായി അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവൻ. നമുക്ക് സാധാരണ ഭാഷയിൽ വേണമെങ്കിൽ ക്ഷമ എന്ന് പറയാം. പെർസിവിയറൻസ്, സ്ഥിരോദ്യമമുള്ളവനായിരിക്കണം, ഇട്ടിട്ട് പോകുന്നവനവർ. മറ്റൊന്ന്, ഉത്സാഹമുള്ളവനാകണം. കൂടുതൽ ആവേശത്തോടു കൂടി ആ കർമ്മത്തിൽ പ്രവേശിക്കാൻ, അതിനെ പിന്തുടരാൻ കഴിവുള്ളവനായിരിക്കണം. അമ്മ വളരെ രസകരമായിട്ട് ഈ 2 ആശയങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അമ്മ പറയുന്നു, കുട്ടികൾക്ക് ഉത്സാഹമുണ്ട്, യുവത്വത്തിൽ, യൗവനത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിലെല്ലാം ഉത്സാഹമുണ്ട്, പക്ഷേ ക്ഷമയില്ല. പക്ഷേ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ പക്വത ആർജിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ഷമ സമ്പാദിക്കാൻ സാധിക്കുന്നു, പക്ഷേ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഭഗവത്ഗീതയിലെ ഉത്തമനായ ശ്രേഷ്ഠനായ കാര്യകർത്താവ് ധൃതിയും, അതായത് ക്ഷമയും
സ്ഥിരോദ്യമവും ഉത്സാഹവും ആവേശവും ഉള്ളവനാണ്. തൻ്റെ പ്രവൃത്തികളിൽ പൂർണ്ണമായി മുഴുകുന്നവനാണ്. ഇത്രയും ഗുണങ്ങളുള്ളവനാണ് സാത്വികനായ കർത്താവ്, പ്രവർത്തകൻ. ഇതുള്ളവന് അവൻ്റെ കർമ്മങ്ങൾ വിദഗ്ധമാകും നിശ്ചയമായും. ഇനി ഇതിന് വിപരീതമായി കർമ്മങ്ങൾ അത്രത്തോളം ഉത്തമമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രമികമായി അധപ്പതിച്ച് ഒരു മനുഷ്യൻ തൻ്റെ കർമ്മങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണെന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യച പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത് തത് താമസമുച്യതേ. അതായത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ അനുബന്ധമായി കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാതെ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് തന്നെ ക്ഷയമാണോ, എനിക്ക് തന്നെ നാശമാണോ സംഭവിക്കുക എന്ന് ചിന്തിക്കാതെ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അന്യർക്ക് ഹിംസയായി മാറുമോ, ദോഷമായി മാറുമോ, പിന്നെ എൻ്റെ കഴിവിനുള്ളിൽ കൊള്ളുന്നതാണോ, പൗരുഷത്തിൽ പെടുന്നതാണോ ഞാൻ ഏറ്റെടുക്കുന്ന കർമ്മം, ഇതൊന്നും ചിന്തിക്കാതെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് താമസിക കർമ്മങ്ങൾ എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ വിദഗ്ധതയിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ടാകണം. നമ്മളുടെ കപ്പാസിറ്റി, നമ്മുടെ ലിമിറ്റേഷൻസ് ഇതെല്ലാം അറിഞ്ഞ് നേരത്തെ പറഞ്ഞ അസംഗനായി, അതുപോലെ അഹങ്കാരമില്ലാതെ, അതുപോലെ തന്നെ ധൃതിയും ഉത്സാഹവും ക്ഷമയും സ്ഥിരോദ്യമവും ആവേശവും എല്ലാം ബാലൻസ് ചെയ്ത് സന്തുലിതമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം വിദഗ്ധ കർമ്മങ്ങളായിത്തീരും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കർമ്മം ചെയ്യിക്കുവാൻ ഗുരുക്കന്മാർ നമുക്ക് പ്രേരണ നൽകുന്നു, അമ്മ നമുക്ക് പ്രചോദനം നൽകുന്നു. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഈ ട്രെയിനിങ് നൽകുന്ന ഒരു പ്രവർത്തനമാണ്. അതുതന്നെയാണ് ഭഗവാൻ അർജുനനും പകർന്നു കൊടുത്ത അറിവ്. ആ അറിവിലൂടെ നമുക്ക് ഉത്തമ കാര്യകർത്താക്കളായി തീരാം, നമുക്ക് വൈദഗ്ധ്യം നേടാം. ഓം അമൃതേശ്വരി നമഃ.